ചെയ്യണം. നിങ്ങൾ ബിദ്അത്തുകൾ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പുത്തനാചാരങ്ങളല്ലേ? നിങ്ങൾ ആലോചിക്കുക സഹോദരന്മാരെ. അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ടാണ് നമ്മളിത് പറഞ്ഞത്. പക്ഷെ ഇവർ പറയുന്നു ഞങ്ങളാണ് വലിയ മഹാൻ എന്ന് പറയുന്നത്. അത് ഏതൊക്കെ കാര്യത്തിൽ? ജോർജ് ഡബ്ല്യു ബുഷ്, കോഫി അന്നാനെ പോലെയാണ് ഞങ്ങളുടെ നേതാവ് ശ്രീമാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അല്ലേ? ഈ മൈക്ക് കുറെ വെച്ചിട്ട് ഒരു പത്രസമ്മേളനത്തിന്റെ കള്ളത്തരം വന്നിരുന്നു. മൈക്ക് കുറെ വെച്ചിട്ട് അത് എഡിറ്റ് ചെയ്ത സംഭവം വേർതിരിച്ചറിയാലോ. അങ്ങനെ വന്നപ്പോൾ EK വിഭാഗം അത് തുറന്നടിച്ചു. അത് അടിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അത് പേരോട് അതിനെക്കുറിച്ച് വിശദീകരിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ നേതാവ് കോഫി അന്നാനെ പോലെ, ജോർജ് ഡബ്ല്യു ബുഷിനെ പോലെ എന്നൊക്കെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നുണ്ട്. എന്നിട്ട് അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അടുത്തയിലൂടെ വിശദീകരിക്കാം. ആദ്യം പേരോട് തന്നെ വിശദീകരിക്കട്ടെ എങ്ങനെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെന്ന്. കാന്തപുരം ഉസ്താദ് പുറത്താക്കിയ ഒരു ചങ്ങാതി, ആ ചങ്ങാതി പറയാണെന്ന് കാന്തപുരത്തിന്റെ മുന്നിൽ കുറെ മൈക്കിങ്ങനെ വെച്ചു കൊടുത്തിട്ട് കാന്തപുരം ജോർജ് ബുഷിനെ പോലെ, കോഫി അന്നാനെ പോലെ ആഗോള പ്രശസ്തനാണ് വരുത്തി തീർക്കാൻ വേണ്ടി അനുയായികൾ വെറുതെങ്ങനെ മൈക്ക് കൊണ്ടുപോയി വെച്ചു കൊടുക്കുകയാണ്. എന്നാ ഞാനൊന്ന് പറയട്ടെ, ഈ പറഞ്ഞ ചങ്ങാതിയിലൊക്കും തോന്നിയില്ലല്ലോ ഇയാൾ ഉമ്മൻചാണ്ടിനെ പോലെയാന്ന് വിചാരിക്കാൻ വേണ്ടി, അല്ലെ മറ്റേ മന്ത്രിനെ പോലെ വിചാരിക്കാൻ വേണ്ടി എന്ന് പറയാൻ തോന്നിയില്ലല്ലോ. കാരണം എന്താ? പറയുമ്പോ കൂട്ടി പറയാൻ നിങ്ങളെ നാവിലും അള്ള കൊണ്ടുവന്നത് കോഫി അന്നാനെയും ജോർജ് ബുഷിനെയാണ്. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. അത് എതിരാളിയെ കൊണ്ടും കൂടി അവർ അറിയിക്കാൻ. അപ്പോ അങ്ങനെ കൂട്ടിപ്പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. ആ കൂട്ടിപ്പറയുന്ന ആൾ ആരോടാ ഉപമിച്ചത്? ആരോട് ഉപമിച്ചത്? നമ്മൾ ആരും വേണ്ട, പേരോടിന്റെ തന്നെ സ്വന്തം അനുയായി വഹാബ് സഖാഫി മമ്പാട് എന്ന് പറയുന്ന ആളെ വിശദീകരിക്കുന്നു. എന്ത്? ഈ കോഫി അന്നാന്റെയും ജോർജ് ഡബ്ല്യു ബുഷിന്റെ ഒക്കെ സ്വഭാവം എന്താണെന്ന്. ബുഷിന്റെ പോലെയാണല്ലോ. അപ്പൊ ഇനി ബുഷിന്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? അത് വഹാബ് സഖാഫി അഥവാ പേരോടിന്റെ സ്വന്തം അനുയായി വഹാബ് സഖാഫി തന്നെ അത് വിശദീകരിക്കുന്നു. എന്താണ് ബുഷിന്റെ സ്വഭാവം? അതുകൂടെ നിങ്ങളൊന്ന് കേൾക്കുക. എന്നാൽ എന്താണ് ജോർജ് ബുഷിന്റെ സംസ്കാരം? സ്വന്തം അനുയായി തന്നെ വിശദീകരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കയ്യിൽ പെണ്ണുങ്ങളും മറ്റേ കയ്യിൽ വളർത്തുകുട്ടിയും വേണം. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കയ്യിൽ പെണ്ണുങ്ങളും മറ്റേ കയ്യിൽ വളർത്തുകുട്ടിയും വേണം. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കയ്യിൽ പെണ്ണുങ്ങളും മറ്റേ കയ്യിൽ വളർത്തുകുട്ടിയും വേണം. ഇതാണ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ സംസ്കാരം. പേരോടിന്റെ ഉപമ നിങ്ങൾ അംഗീകരിച്ചുവോ കാലന്തൂരികളെ? നിങ്ങളുടെ നേതാവ് ബുഷിനെ പോലെയാണോ? എങ്കിൽ നമ്മൾ കേട്ട പലതും യാഥാർത്ഥ്യമായിരിക്കാം. സഹോദരന്മാരെ, ഇതും വേറൊരു ഡോക്യുമെന്ററിയുടെ ഒരു ഭാഗമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വലിയ മഹാനാണെന്ന് ചിത്രീകരിക്കുമ്പോൾ ഇടക്കൊന്ന് താഴോട്ട് നോക്കുന്നത് നല്ലതാണ്. പല കള്ളത്തരങ്ങളും പല കൃത്രിമങ്ങളും ഉണ്ട്. നമുക്കതൊന്നും തുറന്നു പറയേണ്ട ആവശ്യമില്ല. ഞാനിങ്ങനെ ഞങ്ങളാണ് വലിയ മഹാമാരി എന്നൊക്കെ പറഞ്ഞു